ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ, അത് 70 പ്രാവശ്യമാണ് പറഞ്ഞത്. ഇപ്പം നമുക്ക് പറയാം ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ. ഇത് ഭയങ്കരമായ ദിക്റാണ്. ഹസ്ബി അല്ലാ, എനിക്ക് അല്ലാഹ് മതി. നിഅമൽ വക്കീൽ, വരമേൽപ്പിക്കുന്നവന്റെ ജിൻസ് ഏറ്റവും നല്ലതാണ്. ഇത് ഒരു മനുഷ്യന് ദിവസത്തിൽ 339 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ജീവൻ തന്നെ എയർ കണ്ടീഷനായി മാറുന്ന ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു അങ്ങനെ ഒരു 339 പ്രാവശ്യം പറഞ്ഞാൽ എല്ലാവിധ സന്തോഷം അവനക്ക് ഉണ്ടാവുമെന്ന് ബഹുമാനപ്പെട്ട തവക്കുൽ ഉസ്താദ് പറയുകയുണ്ടായി. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഈ ആശൂറ ദിവസത്തിൽ പറയേണ്ട 70 ദിക്റിൽപ്പെട്ട ഒരു ദിക്റാണത്. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് നമുക്ക് 70 പ്രാവശ്യം പറയാം. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, 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 ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഇലാഹി അന്ത മഖ്സൂദി ورضاك مطلوبي إلهي أنت مقصودي 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 ورضاك مطلوبي ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ ദിവസം 339 പ്രാവശ്യം പറയാൻ ഈ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ. ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ ഹാഫിലിങ്ങളെ ബർക്കത്ത് കൊണ്ട്, ഈ സാദാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ആമീൻ. നമുക്ക് 3 അൽഹംദ് പറയണം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഈ മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഈ ബുഖാരി കോളേജിന്റെ പ്രിൻസിപ്പാൾ ആരൂർ തങ്ങളെ മകൻ അഹമ്മദ് ജലാലുദ്ദീൻ തങ്ങൾ ഹാഫിളാണ്, ഫൈസിയാണ്, അവരുണ്ട്. അതേപോലെ തന്നെ ഹിഫ്ള് പഠിപ്പിച്ചു കൊടുക്കുന്ന ഹാഫിൾ ഉസ്താദ് ഉണ്ട്. അതേപോലെ തന്നെ ഹിഫ്ളായ മക്കളുണ്ട്. അതേപോലെ പിഞ്ചു മക്കളുണ്ട്, ദേവ പഠിക്കുന്ന മക്കളുണ്ട്. അങ്ങനെ ഒരു മജ്ലിസിലൂടെയാണ് നാം മുമ്പോട്ട് പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ 339 പ്രാവശ്യം പറഞ്ഞാൽ അവന്റെ ജീവൻ തന്നെ എയർ കണ്ടീഷനായി മാറുമെന്നാണ് പറയുന്നത്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഈ തവക്കൽ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ടവർ ഒരു പ്രാവശ്യം ബഹുമാനപ്പെട്ടവരുടെ മുറ്റത്ത് അയൽവാസികൾ ആട് വന്നുകൊണ്ട് ഒരു ചെടിയോ എന്തോ തിന്ന്, എന്തോ ഒരു സാധനം തിന്ന്, അപ്പോൾ ആടിനെ എന്തോന്ന് പറഞ്ഞു പോയി എന്നാ തവക്കുൽ ഉസ്താദ് ബഹുമാനപ്പെട്ട് പറയുന്നത്. എൻ്റെ വായി നാറാൻ തുടങ്ങിയെന്നാ പറയുന്നത്, ആടിനെ പറഞ്ഞ കാരണം കൊണ്ട്.
മനുഷ്യനെ അല്ല, ആടിനെ പറഞ്ഞുകൊണ്ട് എൻ്റെ വായി നാറാൻ തുടങ്ങി. ബർസിട്ട് കഴിയാൽ എന്താകുന്നില്ല, വാസന പോകുന്നില്ല. അങ്ങനെ 6-7 ദിവസമായി വാസന പോകുന്നില്ല. ബഹുമാനപ്പെട്ടവർ അയൽവാസിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ട് ആ അയൽവാസിനോട് പറഞ്ഞ്, അല്ല നിങ്ങൾ ആട് വന്നുകൊണ്ട് എൻ്റെ ആ സാധനന്റെ തൈ തിന്ന് ഞാൻ എന്തോ പറഞ്ഞു പോയി, നിങ്ങൊന്ന് പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞു. അപ്പൊ അയൽവാസികളോട് ആ പൊരുത്തം ചോദിച്ച് അവര് പൊരുത്തപ്പെട്ടതിന് ശേഷം ആ വായുവാസന പോയി. അത്രയും സൂക്ഷ്മത ജീവിക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട തവക്കുൽ ഉസ്താദ് അവറുകൾ. ആ പുരയിലേക്ക് കയറുന്ന സമയത്ത് സലാം പറഞ്ഞ് കയറിയില്ലെങ്കിൽ അപ്പം ദേഷ്യപ്പെടും ബഹുമാനപ്പെട്ടവർ. ഭയങ്കരമായ തഖ്വയിലൂടെ നീങ്ങിപ്പോകുന്ന വലിയൊരു മഹാനാണ് ബഹുമാനപ്പെട്ടവർ. ബഹുമാനപ്പെട്ട അവിടത്തേക്ക് കാസർഗോഡ് കാളിയവരടക്കം, അതേപോലെ തന്നെ വലിയ വലിയ ഔലിയാക്കന്മാർ, അന്തുറുപ്പാപ്പ, അതേപോലെ തന്നെ പഠിത്തങ്ങൾ, മറ്റേ ഇത് ഒരുപാട് മഹാന്മാർ ആ മജ്ലിസിലേക്ക് വന്നിട്ടുണ്ട്, ആ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള മഹാനാണ് നമ്മളോട് പറഞ്ഞു തന്നത്. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ എന്ന് 339 പ്രാവശ്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ എയർ കണ്ടീഷൻ ആകും. ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഇനി ആശൂറാ ദിനത്തിൽ 300 പ്രാവശ്യം പറയാൻ, അതൊരു 3 പ്രാവശ്യം പറയാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്ന് പറയുക. ലാ ഇലാഹ ഇല്ലാ അന്ത അൽ അലിയുൽ അലാ, ലാ ഇലാഹ ഇല്ലാ അന്ത റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ വമാ തഹത സറാ, അല്ലാഹുമ്മർസുഖ്നി കമാലൽ ഹുസ്നാ വസആദത്തൽ ഉഖ്ബാ വഖൈറൽ ആഖിറതി വൽ ഊലാ, ലാ ഇലാഹ ഇല്ലാ അന്ത അൽ അലിയുൽ അലാ, ലാ ഇലാഹ ഇല്ലാ അന്ത റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ വമാ തഹത സറാ, اللهم ارزقني كمال الحسنى وسعادة العقبى وخير الآخرة والأولى، لا إله إلا أنت العلي الأعلى، لا إله إلا أنت رب السماوات والأرض وما بينهما وما تحت الثرى، اللهم ارزقني كمال الحسنى وسعادة العقبى وخير الآخرة والأولى، إلهي أنت مقصودي ورضاك مطلوبي، اللهم اقض حاجاتنا يا قاضي الحاجات، اللهم اشف أمراضنا يا شافي الأمراض، اللهم ادفع بلياتنا يا دافي البليات، اللهم أد ديوننا يا قاضي المدينين، اللهم اغفر لنا ومن ماتوا منا، اللهم اهدنا الصراط المستقيم، اللهم اجعلنا من الفائزين في الدارين، اللهم اجعلنا من المتعلمين الصالحين، اللهم اجعلنا من المتعلمين الصالحين. അത് 300 പ്രാവശ്യമാണ് ആശൂറാ ദിനത്തിൽ പറയേണ്ടത്. ഇനി ആശൂറാ ദിനത്തിൽ നാളെ പറഞ്ഞാൽ മതി, അത് 1000 പ്രാവശ്യം പറയണം. കുല്ലുഹല്ല 1000, ഇതും 1000. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീ ദുനൂബി വൽ ആസാം, അല്ലാഹുവിനോട് ഞാൻ പൊറുക്കലിനത്തോട് ഒണമായ യാദൽ ജലാലി വളർമുടയവനെ ആദരവുള്ളവനെ മിൻ ജമീ ദുനൂബി വൽ ആസാം, എല്ലാ ദോഷത്തിനെ തൊട്ടും എല്ലാ കുറ്റത്തിനെ തൊട്ടും കുറഞ്ഞത് പറഞ്ഞുകൊണ്ട് നമുക്ക് പിരിയാം ഇൻഷാ അല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീ ദുനൂബി വൽ ആസാം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീ ദുനൂബി വൽ ആസാം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാദൽ ജലാലി വൽ ഇക്റാം മിൻ ദുനൂബി വൽ ആസാം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീ ദുനൂബി വൽ ആസാം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീ ദുനൂബി വൽ ആസാം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീ ദുനൂബി വൽ ആസാം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീ ദുനൂബി വൽ ആസാം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീ ദുനൂബി വൽ ആസാം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാദൽ ജലാലി വൽ ഇക്റാം മിൻ ദുനൂബി വൽ ആസാം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാദൽ ജലാലി വൽ ഇക്റാം
من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام إلهي أنت مقصودي ورضاك مطلوبي أنت مقصودي ورضاك مطلوبي اقض حاجاتنا يا قاضي الحاجات اللهم اقض حاجاتنا يا قاضي الحاجات اللهم اشف أمراضنا يا شافي الأمراض اللهم اشف أمراضنا يا شافع الأمراض ادفع بلياتنا يا دافي البليات اللهم ادفع بلياتنا يا دافع اللهم البليات عد ديوننا يا قاضي المدينين اللهم عد ديوننا يا قاضي المدينين اللهم اهدنا الصراط المستقيم اللهم اهدنا الصراط اللهم المستقيم اجعلنا من المتعلمين الصالحين اللهم اجعلنا من المتعلمين الصالحين ഈ മഹല്ലത്തിൽ ഒരാൾ മരണപ്പെട്ട് ഭാഗ്യക്കാരനാണ്. ആശുറാന്റെ രാത്രിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മജ്ലിസിന്റെ എല്ലാ കൂലിയും അവരുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഇനി ദുആക്ക് ഇജാബത്ത് കിട്ടാൻ വേണ്ടി ഒരു ലഖദ് ജാക്കും ഓതണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസികും അസീസുൻ عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو നമ്മുടെ ഈ മക്കള് സുബഹിന്റെ ശേഷം ഇത് 70 മഗ്‌രിബിന്റെ ശേഷം ഇത് 70. അതേപോലെ തന്നെ ഒരു അസ്മാഉൽ ഹുസ്ന ദുആക്ക് ഇജാബത്ത് കിട്ടാൻ വേണ്ടി ഓതുക. ഇവിടെ സുബഹിന്റെ ശേഷം മക്കള് അസ്മാഉൽ ഹുസ്ന 3 പ്രാവശ്യം ഓതും. ചില കുട്ടികൾ അസ്മാഉൽ ഹുസ്ന 10 പ്രാവശ്യം ഓതുന്നു. ദിവസം 10 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന ഓതിയാൽ 1000 തരയുള്ള മലക്ക് വന്നുകൊണ്ട് അവന് മുസാഫാത്ത് ചെയ്യുന്ന അങ്ങനെയുള്ള ഹിഫ്ള് പഠിക്കുന്ന മക്കളുണ്ട്. ഒരു 3 മക്കള് ആ മരിച്ച സ്ഥലത്ത് ഓതാൻ പോയിട്ടുണ്ട്. നിങ്ങൾ ഓതാൻ പോയിട്ടുണ്ട് ആ മരിച്ച സ്ഥലത്ത്.
അപ്പോ മാത്രമല്ല ഈ ആയത്തിൽ കുറിച്ച് ഈ അസ്മാഉൽ ഹുസ്ന ഇവിടുത്തെ എല്ലാ മുഖം കാണാപ്പാടുണ്ടാവുന്നു. ആയത്തിൽ കുറിച്ച് ഈ അസ്മാഉൽ ഹുസ്ന ഒരു മനുഷ്യനെ കാണാപ്പാടാക്കിയാൽ തന്നെ അവൻ സ്വർഗത്തിലാണ് പറയുന്നത്. അപ്പൊ ഈ മക്കൾ കാണാപാടാക്കിയെന്ന് മാത്രമല്ല സ്വബീന്റെ ശേഷം എപ്പോഴും 3 പ്രാവശ്യം ഈ അസ്മാഉൽ ഹുസ്ന ഓതും. ഈ മനുഷ്യർക്ക് ഓതാം ദുആക്ക് ഇജാബത്ത് കിട്ടാൻ വേണ്ടി. കഴിവിന്റെ പരമാവധി എല്ലാവരും ദിവസത്തിൽ 1 പ്രാവശ്യമെങ്കിലും 3 പ്രാവശ്യമെങ്കിലും 10 പ്രാവശ്യമെങ്കിലും ഈ അസ്മാഉൽ ഹുസ്ന പറയണം. കഴിവിന്റെ പരമാവധി നാം സ്വർഗ്ഗക്കാരനാകാൻ അത് കാണാപാടാക്കണം. എപ്പോഴും പറയുമ്പോൾ അത് കാണാപാടാവും. നമ്മളെ മക്കൾക്ക് ഏകദേശം വന്ന ചെറിയ കുട്ടികൾക്ക് അത് അറിയില്ല, കൂടുതൽ കുട്ടികൾക്ക് അത് അറിയും. ഈ മജ്ലിസ് നമുക്ക് ഓതാം. اللهم إنا نتوسل إليك بأسمائك الحسنى يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا باري يا مصبر يا غفار يا قهار يا وهاب يا رزاق يا فتاح يا حليم يا قابض يا باسط يا خافض يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا عليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا وكيل يا قوي يا متين يا ولي يا حميد يا محشي يا مبدي يا معيد يا محيي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا أحد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا أول يا آخر يا ظاهر يا باطن يا والي يا متعالي يا بر يا تواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والإكرام يا مقصد يا جامع يا غني يا معين يا ضار يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور الذي لم يلد ولم يولد ولم يكن له كفوا احد. ഇത് പറഞ്ഞ ഒരു സ്പെഷ്യൽ ദുആ ഉണ്ട്. ഇന്നൊരു ഹാഫിദിനോട് ഞാൻ പറഞ്ഞു, മോനെ ഈ സ്പെഷ്യൽ ദുആ നീ പഠിച്ചിട്ട് ദുആർക്കാൻ ഞാൻ പരിശ്രമിക്കണമെന്ന്. അത് ഞാൻ ഇപ്പോൾ ദുആർക്കാൻ എല്ലാവരും ആമീൻ പറയും. اللهم إنا نسألك أن نتوسل إليك بأسمائك الحسنى وشرفها وكرامتها ومعانيها وتفسيرها فإنه لا يعلم تفسيرها إلا أنت. اللهم أنتم لنا وأهلنا ومن ماتوا منا وجميع المسلمين ومن حضر في هذا المجلس الكريم من النار إلى الجنة ومن العذاب إلى الرحمة ومن السخط إلى الرضا ومن الإساءة إلى الإحسان ومن الضيق إلى السعة ومن العسر إلى اليسر ومن الخذلان إلى النصر ومن التعب إلى الراحة ومن السقاء إلى السعادة ومن الذل إلى العز ومن المرض إلى الشفاء ومن العافية إلى السلامة ومن العمر إلى الطويلة ومن الدعاء إلى الإجابة ومن المجلس إلى القبول ومن أنواع البلايا إلى الخير ومن أنواع البلايا إلى الخير ومن أنواع البلايا إلى الخير. അസ്മാഉൽ ഹുസ്ന പറഞ്ഞാൽ സ്പെഷ്യൽ ദുആയാണ് ഇത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. തങ്ങൾ